അവരുടെ വർഗ ഐക്യ മുന്നണിയുടെ ജില്ലാ കൺവെൻഷൻ നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ജില്ലാ ഓർഗനൈസർ ECFിന്റെ ഓർഗനൈസർ ശ്രീ PS പ്രേംനാഥ് ജി വരാൻ, സ്വാഗതം ആശംസിച്ച ശ്രീ വി കൊച്ചുകുഞ്ഞ് പരിമണം, ഈ സദസ്സിൽ ഭൂഷിതരായിരിക്കുന്ന ശ്രീമതി റാണി നമ്രത, ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനായ സഹയാത്രികനായ ശ്രീമുട്ടം CR ആചാര്യ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ PS രാജ്മോഹൻ തമ്പുരാൻ, അതേപോലെ പ്രഭാഷണം നടത്തുന്ന പത്മശ്രീ ദേവർഷികൾ പൃഥ്വിരാജ് തിരുവേനി പൊൻകുന്നം, മറ്റ് ഈ വേദിയിൽ ഭൂഷിതരായിരിക്കുന്ന DCFിന്റെ പ്രമുഖരായ നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന DCTFിന്റെ പ്രവർത്തകരെ, നാട്ടുകാരെ, ദ്രാവിഡ വർഗൈക്യ മുന്നണി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന ഇതിന്റെ പ്രവർത്തകർ ഒരാഴ്ച മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിൽ ഒന്ന് കലാശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഭാരതം എന്ന് പറയുന്ന ഈ ആർഷഭാരത സംസ്കാരം ഏകദേശം 33 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള ഈ മഹാരാഷ്ട്രത്തിൽ 130 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭാരതം വളരെ ബൃഹത്തായ ഒരു ഭരണഘടന കൊണ്ട് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ, ഒരു ദീർഘവീക്ഷണത്തോടെ ശ്രീ BR അംബേദ്കർ അടക്കമുള്ള ഇന്ത്യയിലെ പ്രതിഭാശാലികളായ നേതാക്കന്മാർ രചിച്ച ഭരണഘടനയുള്ള ഈ ഒരു വലിയ രാജ്യം, അതിൽ ഇവിടെ ജനിക്കാനും ഇവിടെ വളരാനും പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ 2019 ഇന്ത്യയിലെ സെൻസസ് കമ്മീഷണർ നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാരതത്തിൽ ഇപ്പോൾ 19,567 ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. 19,567 ഭാഷകൾ, 20,000-നടുത്ത് ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളാണ് ഈ 33 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഈ ഭാരതത്തിൽ വസിക്കുന്നത്. അത്ര വലിയ ഒരു നാനാത്വം, വ്യത്യസ്തത ഉള്ള ഒരു രാഷ്ട്രമാണ്. ഈ നാനാത്വം അല്ലെങ്കിൽ വ്യത്യസ്തത ഉള്ള ഈ രാഷ്ട്രത്തിലെ ഈ ജനങ്ങളെ ഭരണഘടന എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു പുസ്തകത്തിന്റെ, നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. ജാതി കൊണ്ടോ മതം കൊണ്ടോ ഭാഷ കൊണ്ടോ തൊഴിൽ കൊണ്ടോ വിശ്വാസം കൊണ്ടോ വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾ വസിക്കുന്ന ഈ രാജ്യം, ആ നാനാത്വത്തിൽ ഈ മതങ്ങളെയും ഈ ജാതിയെയും ഈ തൊഴിലിന്റെ വ്യത്യാസങ്ങളെയൊക്കെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഏകത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാട്, അത് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലോക നേതാക്കൾ അത്ഭുതത്തോടുകൂടിയാണ് ഇന്ത്യയെ വീക്ഷിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലയളവിൽ നമ്മൾ ഏകത എന്ന് പറയുന്ന, ഏകത്വം എന്ന് പറയുന്ന ഈ ഒരു പദത്തെ വളരെ വികലമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഏകത്വം എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ എന്താണോ ഏകത്വം എന്ന് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് വളരെ വിഭിന്നമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ഏകത്വത്തിനെ നമ്മളിപ്പോൾ വളരെ മോശമായ തരത്തിൽ ചിത്രീകരിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, ഒരു രാജ്യം ഒരു ഭാഷ. ഒരുപക്ഷെ നമ്മൾ ഭരണഘടന വിഭാവനം ചെയ്ത നമ്മുടെ പ്രതിഭാശാലികളായ നമ്മുടെ മുൻ നേതാക്കൾ മനസ്സിലൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ്രാവിഡരുടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ക്രിസ്തുവിന് 3500 വർഷം മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ദ്രാവിഡ സംസ്കാരം. എന്നാൽ അതിനൊരു 2000 വർഷങ്ങൾക്ക് ശേഷം വെറും 1500 ക്രിസ്തുവിന് മുമ്പ് 1500 വർഷം മാത്രം പഴക്കമുള്ള സംസ്കാരമാണ് ആര്യ സംസ്കാരം. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആചാര്യ സാർ അത് തിരുത്തും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. വളരെ പഴമയുള്ള, നമുക്കെന്നും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ ആദർശമാണ്, ഒരു സംസ്കാരമാണ് ദ്രാവിഡ സംസ്കാരം. പക്ഷേ ആര്യന്മാരുടെ ആഗമനത്തോടുകൂടി ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനത്തേക്ക് ചുരുങ്ങിപ്പോയ ഒരു സംസ്കാരം, അതാണ് ദ്രാവിഡ സംസ്കാരം. കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും അടങ്ങുന്ന സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി. ഇന്ത്യയുടെ ഇന്നത്തെ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ആദ്യത്തെ സംഭാവനകൾ നൽകിയ വലിയ സംസ്കാരമാണ് ദ്രാവിഡ സംസ്കാരത്തിനുള്ളത്. അതിനെ വളരെ ബുദ്ധിമുട്ടി ഒരു രാജ്യത്ത് അവരുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു സംസ്കാരമാണ്. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വർഗബോധം, വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു സംഘടന. പക്ഷെ നമ്മൾക്ക് ഏത് സംഘടനയ്ക്കും രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ ഈ അനുഭവിക്കുന്ന പറയാനുള്ള സ്വാതന്ത്ര്യം, ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, മനുഷ്യന്റെ താനാകത്തുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം അനുഭവിച്ചു തന്നിരുന്ന ഒരു ഭരണഘടനയിൽ നിന്നും നമ്മൾ ചിലത് മാത്രമേ ചെയ്യാവൂ, ചിലത് മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ്. നമ്മൾ സമന്മാരായി കാണുന്നവരാണ്. എല്ലാവരെയും, എല്ലാ ജാതിയെയും, എല്ലാ മതത്തിനെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ തൊഴിലിനെയും അതിൻ്റെതായ അഭിമാനത്തോടെ ചെയ്തവരാണ്. ബഹുമാനിക്കും, നമ്മൾ സ്നേഹിക്കും. അതിൽ വിഭിന്നമായി ഇന്ത്യയിലെ ഭാഷ ഒരേ ഭാഷ മാത്രമേ ആകാവൂ എന്ന് പറയുന്ന, ഹിന്ദി മാത്രമേ ആകാവൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക നിലപാട് നമുക്കതിൽ യോജിക്കാൻ കഴിയില്ല. കാരണം ദ്രാവിഡ സംസ്കാരം പോലും ഇന്ത്യയുടെ പുരാതനമായ ഭാഷ പോലും ഹിന്ദി അല്ലായിരുന്നു. പേർഷ്യൻ ഭാഷ, അറബി ഭാഷയുമായി സാമ്യമുള്ള ഹിന്ദി ഭാഷ അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നതാണ്. അപ്പൊ നമുക്ക് ഇനിയും അനുഭവിക്കണം. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുമുണ്ട്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഇതിന്റെ പ്രവർത്തകർ, ഈ നാട്ടിലെ ജനങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്നും നമ്മൾ കാണുന്ന ആൾക്കാരാണ്. എപ്പോഴും നമ്മൾ കാണുന്നവരാണ്, ഞാനും നിങ്ങളുമൊക്കെ. നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് പൊതുവായ ചില ആവശ്യങ്ങളുണ്ട്, പൊതുവായ ചില നമുക്ക് പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ ദിവസവും കടന്നു കൊണ്ടുപോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ വളരെ നല്ല സൗഹാർദ്ദമാണെങ്കിൽ പോലും തെറ്റായ രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട്
നമുക്ക് ഒരു സ്വതന്ത്രമായ ഭാരതം, എല്ലാവരും പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും മുന്നോട്ട് പോകുന്ന ജീവിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഭൂമിയായി നമ്മുടെ ഈ രാഷ്ട്രം മാറണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകും തെറ്റായ തരത്തിലുള്ള വാഗ്ദാനങ്ങളോ തെറ്റായ തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നമ്മൾ കണ്ടാൽ അത് ആരോഗ്യകരമായ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ദിവസം ജില്ലാ കൺവെൻഷൻ നടക്കുന്ന ഈ ദിവസം വളരെ വലിയ വേദികളുള്ള ഈ സംഘടനയ്ക്ക് കൂടുതൽ പ്രവർത്തകരിലേക്ക് ഉണ്ടാവട്ടെ. ഇത് മേൽക്കുമേൽ അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.